Hello, welcome to Market Discussion of the Day. Today, December 9, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ 3 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം പറയാം. കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെന്റൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് മേജറായിട്ടുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഓൾറെഡി നമ്മളുടെ ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണർ സ്പീച്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് അത് ജാപ്പനീസ് യെന്നിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസും കൂടിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കണം, രാവിലെ ഇന്നലെ തന്നെ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് മാറി നിന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കതിന് ശേഷം നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് 1:30 അതിൻ്റെ ന്യൂസ് വരുന്നത്. അതിനുശേഷം നമുക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ന്യൂസ് 3 മണിക്ക് UK ടൈമിംഗ് 3 മണിക്ക് അതിൻ്റെ ന്യൂസും വരുന്നുണ്ട്. സോ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് കണക്കാക്കേണ്ട ന്യൂസുകൾ. ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇതൊന്നും വളരെ വലിയൊരു ഒരു എന്താ പറയുക ഒരു റേഞ്ച് വിട്ടു പോകാനായിട്ട് പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ് അല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു നാളെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വീക്കിലെ ന്യൂസ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ നാളെ നമുക്ക് എന്തുകൊണ്ട് മാറി നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് നാളെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞ വട്ടം 4%-ന് 3.75% അയച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഇന്നത്തെ ന്യൂസിനകത്ത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇതിനെ സംബന്ധിക്കുന്ന കുറേ ന്യൂസുകളെ കുറിച്ച് നമ്മുടെ കോഴ്സിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു ഫണ്ടമെന്റൽ വന്നു കഴിഞ്ഞാൽ ആ ഫണ്ടമെന്റലിനെ ഡയറക്റ്റ്ലി നോക്കാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള ഫെഡ് പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് എപ്പോഴും നടക്കുന്നതാണ്. നോർമലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലും കൂട്ടിയാലും ആ ഒരു സമയത്ത് വലിയൊരു വോളറ്റാലിറ്റി മാർക്കറ്റ് കാണിക്കാറില്ല. അതിനുശേഷമുള്ള ഫെഡ് FOMC പ്രസ് കോൺഫറൻസിനകത്ത് ഫെഡ് ഗവർണർ പവൽ സ്പീച്ചിലാണ് പല വലിയ വോളറ്റാലിറ്റി ഉണ്ടാകുന്നത്. പ്രസ് ഒരു കാര്യം ചോദിക്കും, പവൽ ഒരു കാര്യം പറയും, അതിനനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടിട്ട് തന്നെ രാത്രി 7:30 മണിക്കുള്ള ഫെഡ് FOMC പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് 12:30 മണിക്കൊക്കെയാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. സോ ആ ഒരു സമയത്ത് ഇനി മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് ട്രേഡുകൾ അവസാനിപ്പിക്കുന്നത് അതായത് US സെഷന് മുന്നേ ആയിട്ട് ട്രേഡുകൾ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യം കൂടെ, ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മാറി നിൽക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് US സെഷന് മുന്നേ ആയിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഇന്നലെ നമ്മൾ ടെക്നിക്കൽസ് നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമേ ഞാൻ ഓർപ്പിച്ചു പോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY 156.001 നിൽക്കുന്നു. 156.395 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുമാത്രമല്ല ഒരു 4 അവർ ക്യാൻഡിൽ 156 മുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് കണ്ട താഴോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ ജാപ്പനീസ് യെന്നിനെ എന്താ പറയുക, ജാപ്പനീസ് യെന്നിന് അഫക്റ്റ് ചെയ്യുന്നൊരു ന്യൂസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഈ ഒരു ചാഞ്ചാട്ടം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ ന്യൂസ് ടൈമിൽ നമ്മൾ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം എടുത്ത് പറഞ്ഞു പോകുന്നത്. സോ ഇന്നത്തെ നമുക്ക് ജാപ്പനീസ് യെന്നിലുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി 155 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 155 എന്ന് പറയുമ്പോൾ കറക്റ്റ് 155 അവിടെ നിൽക്കണം എന്നൊന്നുമില്ല. സോ 155.30, 155.20 അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ 154.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡായിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, സോ അത് വൈഡായിട്ട് വെക്കുക തന്നെ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 90 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം.
ഓക്കെ, സോ അത് അങ്ങനെ തന്നെ ചെയ്തു പോകണം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 155.30 അവിടെ വെക്കുന്ന ആൾക്കാർക്ക് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1:1.5 റേഷ്യോയിലും ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അത് മാത്രമല്ല USD JPYയിൽ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്നുള്ളൊരു എന്താ പറയുക, കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ഡിസംബർ 1 വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നിട്ട് ഡിസംബർ 18-19 തീയതികളിലാണ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ജാപ്പനീസ് USD JPY എന്ന് പറയുന്ന കറൻസിയുടെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നതും കൂടെ ഒരു കാര്യം മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതിനുശേഷമാണ് ആക്ച്വലി 157 മുകളിലായിട്ട് നിന്ന മാർക്കറ്റ് വീണ്ടും താഴെ വന്ന് 154 അടുത്തൊക്കെ വന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇന്ന് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി 155.20 അവിടെ ബൈ എൻട്രി എടുത്ത്, അല്ലെങ്കിൽ 155.30 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി എടുത്ത് 154.30 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഇന്നലെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും JPYയിൽ കിട്ടിയിട്ടുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.16461 നിൽക്കുന്നു മാർക്കറ്റ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞ എൻട്രി 1.1600 ആണ്. 1.1610 ഒക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഡയറക്റ്റ്ലി നമുക്ക് അവിടുന്ന് ബൈ എൻട്രി എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടടുത്ത് വന്നിട്ട് തിരിച്ചു കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയും നമുക്ക് ഇന്നലെ എൻട്രി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റഷ്യ ഉക്രൈൻ വാർ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് ഡൊണാൾഡ് ട്രംപിന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിലൊരു ലോങ്ങർ ടേമിലോട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് യൂറോയിൽ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുത്ത് പോകാനായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, 1.1600 അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. 1.1610 1.1620 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കണം നമ്മൾ ബൈ എൻട്രി എടുക്കേണ്ടതും. ഓക്കെ, സോ അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാകും. 1.1570 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഇന്നലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ബൈ എൻട്രി 1.3310 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു നമ്മൾ ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ടായത്. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 1.3270 താഴെയായിട്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈറ്റായിട്ട് വെച്ചാൽ മതി, അതായത് ഒരു 40 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും മറ്റേ 60 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റും. സോ ഇന്നലെ ബൈ എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് അവരുടെ എന്താ പറയുക, ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 1:1.5 റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇല്ല, ഹിറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഹിറ്റ് ആവാനായിട്ടുള്ള കാര്യം വെയിറ്റ് ചെയ്ത് പോവുക. 1.3370 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, 1.3100 എടുത്തിട്ടുള്ള ആൾക്കാർ 1.3700 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിപ്പോവുകയും ചെയ്യുക. വീണ്ടും ഇന്ന് ഒന്നും കൂടെ റീട്രേസ് ചെയ്ത് 1.3310 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. മാർക്കറ്റ് താഴോട്ട് വീണ് കിട്ടിയാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു 1.3270 വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ ആ ഒരു എൻട്രി കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറി ഇന്ന് വീണ്ടും നമുക്ക് 1.3310 അവിടെ കിട്ടിക്കഴിഞ്ഞാലും ബൈ എടുത്ത് മുന്നോട്ട് പോവുക. പക്ഷേ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ പകുതി ലോട്ട് ചെയ്താൽ മതി. 0.1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.05 ലോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 1.3270 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. വീണ്ടും താഴെ വീണ് കിട്ടി 1.3270 കിട്ടിയാൽ വീണ്ടും ബൈ എടുത്ത് മുന്നോട്ട് പോവുക. അവരും 1.3270 താഴെ, അതായത് ഒരു 10 പിപ്പോ 20 പിപ്പോ ആയിട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ബാക്കിയുള്ള 0.5 എടുത്തിട്ട് ബാക്കിയുള്ള 0.5 താഴെ വീണ് കിട്ടുമ്പോൾ എടുത്താൽ മതി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം.
ഗോൾഡ് ഇന്നലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. 4180 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, 80-85 റേഞ്ചിലുള്ള ഒരു ബൈ എൻട്രി. സ്റ്റോപ്പ് ലോസ് $30 സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. 4155 അവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അവിടെ ബൈ എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാർ 80-85 റേഞ്ചിൽ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് 200 പിപ്പിന്റെ ടേക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്ക് 1:1.5 റേഷ്യോ, അതായത് ഇപ്പം 80 എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4217 റേഞ്ചിലൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, സോ ഹോൾഡ് ചെയ്യുക. അത് അവിടെ എത്തുമ്പോൾ ടേക്ക് പ്രോഫിറ്റ് വെച്ച് തന്നെ പോവുക, ഇല്ലെങ്കിൽ നമുക്കതൊരു പണിയാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് എടുത്ത് പോകാനായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഗോൾഡിൽ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന്, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പീസ് ഡീലിനെ കുറിച്ച് സംസാരിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരിഫ് അനൗൺസ്മെൻറ്റ് പുള്ളിയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ ഒക്കെ മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ വേണം ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ വൈഡായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 4180 വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മളുടെ കോഴ്സ് നമ്മൾ പുതിയതായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് കോഴ്സ് നിങ്ങൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി സംസാരിക്കുകയും ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.